ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് ഓയിൽ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ്, സിമ്പിൾ പാക്കാണ് കേട്ടോ. അതെന്താ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈരിൻ്റെയും പാലിൻ്റെയും ഒന്നും പാക്കുകൾ അവർക്ക്, പാലിൻ്റെ പാടരിയൊന്നും പാക്കുകൾ അവർക്ക് ഇടാൻ പറ്റില്ല. അത് ഫുൾ അവരുടെ സ്കിന്ന് ഓയിലാണല്ലോ, അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്കും നമുക്ക് സാധാരണ സ്കിന്നുള്ളവർക്കും ഏത് പിന്നെ ബാക്കി ഏത് സ്കിന്നുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് നമ്മുടെ റോസ് വാട്ടറാണ്. ഇവിടെ ഞാൻ എടുക്കുന്നത് ബഞ്ചാരസിൻ്റെ ആണ്. നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതന്നെ സ്ഥിരം എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഇതെന്താ എല്ലാ വീഡിയോസിലും ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 തരം ഗ്ലിസറിൻ ഉണ്ട്. അപ്പോൾ മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പം നമ്മുടെ ഉപയോഗം എന്താണെന്നുള്ളത് കടക്കാർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് ഫേസിന് പറ്റിയതാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി വെജിറ്റബിൾ എന്ന് പറയാൻ കിട്ടിയില്ലെങ്കിൽ ഫേസിന് തേക്കണതാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് സ്കിന്നിനൊക്കെ പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് മേടിക്കുക കേട്ടോ. ഇത് ബിസ്ലേരിയുടെ ഗ്ലിസറിനാണ്. ഇതാണ് ഞാനിവിടെ നമ്മുടെ എല്ലാ ക്രീം ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ പാക്കുകളിലേക്കും എല്ലാത്തിനും നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ എടുത്തു, റോസ് വാട്ടർ എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി ഇത് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് നൈസ് പൊടിയാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എടുക്കേണ്ടത് കേട്ടോ. തരി ഉള്ളത് എടുക്കണ്ട. ഇത് നമുക്കൊരു ക്രീം പരുവത്തിൽ നമുക്ക് ഇടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒത്തിരി നല്ല നല്ല പാക്കുകളൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നല്ല നല്ല പാക്കുകളാണ്. അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് ഇടാൻ പറ്റിയിട്ടുള്ള സ്കിൻ റിപ്പയറിങ് ക്രീമുകളായാലും എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഏതെങ്കിലുമൊക്കെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോസ് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ലിങ്ക് ഞാനതിൽ നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു ക്രീം തേച്ച് കിടക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ റിപ്പയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. എൻ്റെ ആദ്യ വീഡിയോ കാണുന്നവർക്കും ഇപ്പം എന്നെ കാണുന്നവർക്കും മുഖത്തിനുണ്ടാവണ മാറ്റങ്ങൾ നല്ല പോലെ മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ചില കമൻറ്റുകളിലൊക്കെ നോക്കിയാലും മനസ്സിലാവും. അവർ മാസങ്ങളായിട്ട് ഒരു 5-6 മാസമൊക്കെ ആയിട്ട് എന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് കാണുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ചേഞ്ച് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ ചുളിവുകളും അതുപോലെ തന്നെ കറുത്ത കുത്തും പാടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നേരമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് ഇച്ചിരി കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ബാക്കി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്യാസിൻ്റെ അവിടെ ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കട്ട പിടിക്കാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പാക്കിലേക്ക് ആക്കി വയ്ക്കുക. ഇല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ പാക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഡെയിലി മുഖത്തിടാനായാലും നല്ലതാണ്. ഇത് ഡെയിലി നമുക്ക് മുഖത്തേക്ക് ഇടാം. നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഗ്ലിസറിന് അധികമൊന്നും വേണ്ട. നമ്മൾ റോസ് വാട്ടർ മിക്സ് ചെയ്യണ്ടല്ലോ, അപ്പോൾ ഒരു 2-3 തുള്ളിയൊക്കെ മതിയാവും കേട്ടോ. സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പരിവ് അറിയാമല്ലോ. അപ്പോൾ ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി ഫുള്ളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതിപ്പോൾ നമുക്ക് നാളെ വേറെ വീഡിയോ ആണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അതും എൻ്റെ മുഖത്തേക്ക് തന്നെയല്ലേ. അപ്പോൾ എല്ലാതും നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഒത്തിരി സാധനങ്ങൾ നമുക്ക് ക്രീം ഉണ്ടാക്കിയിട്ടായാലും ഒക്കെ ബാലൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മുഖത്തേക്ക് തന്നെയല്ലേ ഇടുന്നത്. ഇട്ട് നല്ല രീതിക്ക് ഇതുപോലെ ചാലിച്ചു കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ചാലിച്ചാൽ മതി. ഇതിനിപ്പോൾ വേറെ ടീസ്പൂണൊന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ പാത്രത്തിൽ നമുക്ക് നമ്മുടെ കയ്യിലിട്ടിട്ട് ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് പാത്രത്തിലേക്ക് ആക്കിയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ നമ്മൾ നേരിട്ട് ഒരിക്കലും നമ്മുടെ മുഖത്തേക്ക്, അതായത് നമ്മുടെ കയ്യുമ്മലിക്കായാലും കാലുമ്മലിക്കായാലും നേരിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ ഏതിലെങ്കിലും കൂട്ടി വേണം, അതായത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഗ്ലിസറിൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്ത് വന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ സ്കിന്നൊന്നും വലിഞ്ഞ് മുറുകൊന്നുമില്ല. നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഇനി ഇത് നമ്മളിപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്യാൻ തന്നെ മറന്നു എന്ന് തന്നെ വിചാരിക്കുക. അതിപ്പോൾ ഒരു കുഴപ്പമില്ലാത്തതാണ്. നമ്മുടെ സ്കിന്നിലോട്ട് ഇത് നല്ല രീതിക്ക് അബ്സോർവ് ആയിട്ട് പോവും. നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പം പലരും ചോദിക്കാം,
ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് കാണിച്ചിട്ട് അധികം റിസൾട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ശരിയാണ്, നമ്മൾ ഓരോ പാക്കുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ മുഖം ഇതേപോലെ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിക്കൊക്കെ നമ്മൾ ചെയ്യുക. എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്രമിച്ച പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ രീതിക്കൊക്കെ നല്ല പോലെ ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഒരു മസാജ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മസാജ് കൊടുത്ത് അത് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ സ്ക്രബിങ്ങിൻ്റെ ഇതൊന്നും വേണ്ട, പക്ഷെ നമുക്ക് നല്ല രീതിക്ക് ഇത് കണ്ണിൻ്റെ അവിടെയൊക്കെ നല്ല രീതിക്ക് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഞരമ്പുകൾക്കൊക്കെ നല്ല ക്ഷീണം പറ്റിയിട്ടുള്ള ഞരമ്പുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റാക്കി എടുക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. നമുക്ക് കയ്യിൻ്റെ പ്രവർത്തനങ്ങളൊന്നും അവിടേക്ക് എത്തിയില്ലെങ്കിൽ നമ്മുടെ ആ ഭാഗത്തെ ഞരമ്പുകൾക്കൊക്കെ ഭയങ്കര രക്തോട്ടം കുറവായിരിക്കും. അതുപോലെ നെറ്റിമയൊക്കെ നല്ല രീതിക്ക് തേച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ കഴുത്തൊക്കെ ഒന്ന് ഷേപ്പ് വരാനായിട്ട് ഇതേപോലെ നോക്ക് മസാജൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേ നാൾ നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചുളിച്ചിലുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ അതിങ്ങനെ മടക്കുകളൊക്കെ നിവർന്ന് വരാണ്. അതാണ് ഇവിടെ ഇങ്ങനെ ഒരു കളറുകളൊക്കെ. അപ്പോൾ അതൊക്കെ മാറി കിട്ടും. അപ്പോൾ ശരിക്കും നമുക്ക് കാണുന്ന രീതിയിലേക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കയ്യുമ്മലേക്കായാലും നല്ല റിസൾട്ട് കിട്ടണ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ ഇവിടെ മുഖത്ത് തേച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കണ്ണിൻ്റെ അടിയിലേക്ക് നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേരയുടെ ജെല്ലും കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക. നല്ല രീതിക്കൊരു മസാജ് കൊടുക്കുക കേട്ടോ. കണ്ണിൻ്റെ അവിടെ നമ്മൾ നല്ല രീതിക്ക് എപ്പോഴും ഒരു മസാജ് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാർക്ക് കളറൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മാത്രം ചെയ്താൽ പോരാ കേട്ടോ. നമുക്കിങ്ങനെ മൊത്തത്തിൽ ഇത് ഈ കണ്ണിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്ത് ഈ ഭാഗത്ത് കൊണ്ടുവന്ന് എൻഡിൽ കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈമലൊക്കെ തേച്ച് കൊടുത്താൽ മതി. കൈമലൊക്കെ തേക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് അബ്സോർവ് ആയിട്ട് പോകും. അപ്പോൾ സെറ്റായി. ഇത് നമുക്കൊരു 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് സാധാ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. നല്ല റിസൾട്ട് തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. ഓയിൽ സ്കിന്നുകാർക്ക് ആയാലും ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം അലോവേരയുടെ ജെല്ലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ മോയ്സ്ചറൈസർ എന്തെങ്കിലും ക്രീം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓയിൽ സ്കിന്നുകാർക്ക് പറ്റുന്ന മോയ്സ്ചറൈസ് വേറെ ഉണ്ട്. അത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ മുഖത്ത് ഇത് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മോയ്സ്ചറൈസ് നിർബന്ധമായിട്ട് ചെയ്ത് കൊടുക്കണം. അതേത് പാക്കഡ് ആയാലും എപ്പോഴായാലും നമ്മൾ മുഖം കഴുകി കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് ഒരു മോയ്സ്ചറൈസ് നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.